മുംബൈ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷൻ വരെ നടക്കുക കേട്ടോ. ഏകദേശം ഒരു 8 കിലോമീറ്റർ 2 കിലോമീറ്റർ നടന്ന നമ്മൾ റെയിൽवे स्टेशन आई. कितना उम्र है आपको? मेरा 10 साल. 10 साल. मेरा 8. मैं 9. അപ്പോൾ മലയാളി പിള്ളേരാട്ടോ പോയി ഒന്ന് മുട്ടാം. അയ്യോ സീന 5 rupees. Hi. Hi. Hello. Hi friends. Hi friends. ഹായ് ഗൈസ്, ഡോക്ടർ കൊണ്ട് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1.5 വർഷമായിട്ട് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ ഹരിഹർ ഫോർട്ടിലേക്കാണ്. അപ്പോൾ പിന്നെ എയർപോർട്ടിലാക്കാൻ വേണ്ടി വന്ന കേട്ടോ. ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്, LKG മുതൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് കാണാം. അപ്പോൾ 1.5 വർഷമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷനൊക്കെ പോയി. അപ്പോൾ എന്തായാലും പുതിയതായിട്ട് തുടങ്ങണം. നമ്മൾ റവന്യൂ ഒന്നും പ്രതീക്ഷിച്ച് തുടങ്ങിയ ഒരു ചാനലല്ല, ജസ്റ്റ് ഒരു ഓർമ്മയ്ക്കായിട്ട് മെമ്മറീസിന് വേണ്ടി തുടങ്ങിയ ചാനലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ചെക്കിനൊക്കെ ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ചെക്കിനൊക്കെ കഴിഞ്ഞ് നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിഹർ ഫോർട്ട് കേട്ടോ. അപ്പോൾ സോളോ ട്രിപ്പാണ്, വേറെ ആരുമില്ല. അതുകൊണ്ട് പിന്നെ ഫ്ലൈറ്റ് എടുത്താണ്. അല്ലെങ്കിൽ നമ്മൾ വൈബായിട്ട് ട്രെയിനാണ് പോകാറുണ്ട്. ഫ്രണ്ട്സ് ആരുമില്ല, എല്ലാവരും വിളിച്ചു, ആർക്കും ടൈമില്ല. അതുകൊണ്ട് സോളോ പിടിക്കാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്കിനി മുംബൈ എയർപോർട്ടിലല്ലേ നേരെ ഹരിഹർ ഫോർട്ടിൻ്റെ താഴെ എത്തിയിട്ട് കാണാം. ട്രക്കിങ് തുടങ്ങുമ്പോൾ ഒരുപാട് വീഡിയോ ഇട്ട് ലെങ്ത്ത് കൂട്ടുന്നില്ല. कृपया ध्यान दीजिए, सभी अतिथियों से निवेदन है कि अपने बड़े बैग को सीट के ऊपर वाले सामान कक्ष में और छोटे बैग को सामने वाले सीट के ഞാനങ്ങനെ മുംബൈ എത്തി. മുംബൈ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് നാസിക്കിലേക്ക് ട്രെയിൻ കയറാം. നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് മുംബൈ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷൻ വരെ നടക്കുക കേട്ടോ. ഏകദേശം ഒരു 8 കിലോമീറ്റർ 2 കിലോമീറ്റർ നടന്ന നമ്മൾ റെയിൽവേ സ്റ്റേഷനായി. ഏത് വൈബും എക്സ്പ്ലോറിങ് വൈബ്. അപ്പോൾ എന്തായാലും നമുക്ക് നടക്കാം. ഇതാണ് മുംബൈ സ്ട്രീറ്റിലെ കാഴ്ചകൾ. कितना उम्र है आपको? मेरा 10 साल. 10 साल. मेरा 8. मैं 9. भाई നമ്മൾ റോഡിൽ കൂടെ നടന്നപ്പോൾ കുറച്ച് പിള്ളേർ ഓടി വന്നാട്ടോ. നമ്മൾ നടക്കാട്ടോ. നമ്മൾ ഹരിഹർ ഫോർട്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് പിള്ളേർ ഞാൻ ഗോപ്രോ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് പിള്ളേർ വന്നാട്ടോ. അങ്ങനെ നമ്മൾ 8 കിലോമീറ്റർ നടന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിട്ടോ. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് പോയിരുന്നു. ലോകമാന്യ തിലക് കർമ്മഭൂമി എക്സ്പ്രസ്സാണ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ട്രെയിനിൽ കയറി കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു പോലീസ് ഓഫീസറായിട്ടിരിക്കണേ. നമ്മുടെ അടുത്ത് SI സാർ, അരവിന്ദ് സാർ, ഫുൾ നെയിം പോലും അരവിന്ദ് കുമാർ. അരവിന്ദ് സാറായിട്ട് നമ്മുടെ കൂടെ ഒന്നും പേടിക്കില്ല. നമ്മൾ കമ്പനിയായി. സാറ് ജാർഖണ്ഡിലാട്ടോ. അപ്പോൾ വർക്കിന് വേണ്ടി വന്നതാണ്. എൻ്റെ തൊട്ട് താഴത്തെ സീറ്റാണ്. താഴത്തല്ല, ഏത് സീറ്റാനാ? അവിടെ കേട്ടോ സാർ ഇരിക്കുന്നത്. അപ്പോൾ സാറായിട്ട് ഇങ്ങനെ കമ്പനി അടിച്ച് വന്നതാണ്. അപ്പോൾ അങ്ങനെ സാറിനോട് കത്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കാണാം. അങ്ങനെ നമ്മൾ നാസിക്കിലെത്തി. നാസിക്കിൽ നിന്ന് ഏകദേശം ഒരു 39 കിലോമീറ്റർ ഓട്ടോ എടുത്ത് നമ്മൾ നേരെ ത്രിംബകേശ്വർ വന്നേക്കാണ്. ത്രിംബകേശ്വർ നിന്നാണ് നമുക്ക് ഹരിഹർ ഫോർട്ട് പോകേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ത്രിംബകേശ്വർ ടെമ്പിളിൽ ദർശനം നടത്താൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ത്രിംബകേശ്വർ ടെമ്പിൾ. അത് ഇന്ത്യയിലെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒരു ശിവലിംഗം ഇവിടെയാണ്. അപ്പോൾ നേരത്തെ ഞാൻ കേദാർനാഥ് പോയിട്ടുണ്ടായിരുന്നു ഒരു 2 മാസം മുമ്പ്. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ നേരെ ത്രിംബകേശ്വർ ടെമ്പിൾ വിസിറ്റ് ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് ഷെയർ ടാക്സി നോക്കണം. എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ നേരെ ഹരിഹർ ഫോർട്ട് ട്രക്കിങ്ങിന് വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മൾ തപ്പി അവസാനം ഒരു ബൈക്ക് റെൻറ്റിൽ കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഹരിഹർ ഫോർട്ട് പോകണമെങ്കിൽ ഷെയർ ടാക്സി ഇപ്പോഴും കിട്ടണമെന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു വണ്ടി റെൻ്റ് എടുക്കണമായിരിക്കും എത്രയോ ഭേദം. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഹനുമാൻ്റെ ബർത്ത് പ്ലേസ് ഉണ്ട്, അവിടെ പോവാം. അപ്പോൾ നമ്മളിവിടെ വന്നൊരു പുള്ളീനെ ഒരു ബോർഡ് കണ്ട് പരിചയപ്പെട്ട് വന്നു കേട്ടോ. പുള്ളിക്ക് ഒരു 500 കൊടുത്ത് 8 മണിക്കൂർ അടുത്തേക്ക് ബൈക്ക് റെൻ്റ് എടുത്തിട്ടുണ്ട്. आपको नाम क्या है भैया? अंकुश. अंकुश.
പുള്ളി ഐ ഡി ഒക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഒരു 500 രൂപ മേടിച്ചിട്ടുണ്ട്. ഹെൽമെറ്റൊന്നും വേണ്ടാന്ന് കേട്ടോ എന്നോട് പറഞ്ഞു. പിന്നെ ചോദിച്ച് മേടിച്ചാൽ ഓക്കെ. താങ്ക് യു. ആക്റ്റീവാനാ നമ്മൾ ആക്റ്റീവാണ് റെൻ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഹരിഹർ ഫോർട്ട് പോകാം. കിतना दूर है इधर से 18 അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് ഇനി അവിടെ നിന്ന് ട്രക്കിംഗ് തുടങ്ങുമ്പോൾ കാണാം. ഗൈസ് നമുക്ക് കിട്ടിയ നല്ല സൂപ്പർ വണ്ടി കേട്ടോ. ബ്രേക്കും ഇല്ല, അതുപോലെ തന്നെ മിററും ഇല്ല, ഒന്നുമില്ല. തുഴഞ്ഞെങ്കിൽ നിർത്തണം ഈ സാധനം. മന്ന റൂട്ടാണെങ്കിൽ ഫുള്ള് റോഡ് പണി നടന്നിട്ട് ഫുള്ള് ചരല്. ബ്രേക്ക് 2 ബ്രേക്ക് പിടിച്ചിട്ടില്ല. എന്നിട്ട് കാലുകൊണ്ട് ബൂട്ടിൻ്റെ ഇത് വെച്ച് തുഴഞ്ഞൊക്കെ നിർത്തണം. അപ്പോൾ എന്തെങ്കിലും ഇവിടെ നടക്കാണ്ട് ഇവിടം വരെ വണ്ടി വരുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 10 മിനിറ്റ് നടന്ന് ഫോറസ്റ്റ് ഓഫീസ് വരെ നടക്കണം. എന്നിട്ട് അവിടെ നിന്ന് ഒരു 30 രജിസ്ട്രേഷൻ ഫീസ് കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. ആ ബാലൻസ് ഇട്ടേക്കോ. താങ്ക് യു. അപ്പോൾ ആർക്കെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരെ നാസിക് റെയിൽവേ സ്റ്റേഷനിൽ വരിക. അവിടെ നേരെ ബസ് എടുക്കുക, അല്ലെങ്കിൽ ഓട്ടോ എടുക്കുക. ഓട്ടോ ആണെങ്കിൽ 150 രൂപയാണ് കൊടുത്തത്. 150 രൂപ എടുത്തു കഴിഞ്ഞാൽ അവർ 5 4 വരെ ആയി കഴിഞ്ഞാൽ അവർ ഓട്ടോ എടുക്കുകയുള്ളൂ. നേരെ ത്രിംബകേശ്വർ വന്ന് ടെമ്പിൾ തൊഴുന്നവർക്ക് ടെമ്പിൾ തൊഴുക. അത് കഴിഞ്ഞ് അവിടെ നിന്ന് വണ്ടി റെൻ്റ് എടുക്കുകയാണെങ്കിൽ സ്കൂട്ടറൊക്കെ ആണെങ്കിൽ ഒരു 500 രൂപ റെൻറ്റിന് കിട്ടും. അല്ലെങ്കിൽ ഓട്ടോ ചാർജ് 1000 ആണെന്നാണ് ഞാൻ കേട്ടത് ഇവിടെ വന്ന് തിരിച്ച് പോകുന്നതിന്. വരിക, ഓട്ടോ ആണെങ്കിൽ ഓട്ടോ എടുക്കുക. ഇവിടെ വന്ന് രജിസ്ട്രേഷൻ ഫീസ് 30 രൂപ അടയ്ക്കുക, കയറുക. 1 മണിക്കൂറൊക്കെ മതി കയറാമെന്നാണ് ആൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ റീൽസ് കണ്ടിട്ടുള്ളൂ, എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടി വന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കയറാം. നമ്മളങ്ങനെ ഫോറസ്റ്റ് ഓഫീസിലെത്തി കേട്ടോ. ഭയങ്കര ചൂടാട്ടോ, അതുകൊണ്ട് ബ്ലൂ ടൈ കിട്ടണം. അയ്യാ, അപ്പോൾ നമ്മൾ 30 രൂപ ഫീസ് കൊടുക്കണം. 1 പേഴ്സൺ. ഈ ബ്ലൂ ടൈഗർ മേടിച്ച് എന്തായാലും കാര്യം വെയിലുള്ളണ്ടാ. അപ്പോൾ നമുക്ക് സ്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ ഹരിഹർ ഫോർട്ട് കയറാം. അയ്യോ, ഞാൻ കുറച്ച് തെലുഗു ടീംസിനെ പരിചയപ്പെട്ടായിരുന്നു കേട്ടോ. അവർ ഫ്രണ്ടിൽ പോയി. അവർ നമുക്ക് ഒരുമിച്ച് കയറാമെന്ന് പറഞ്ഞാൽ അവരോട് കയറാം. നമുക്ക് എന്തായാലും ഞാൻ കാണുന്നതാണ് ഹരിഹർ ഫോർട്ട് കയറുന്ന സ്ഥലം. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. പണ്ട് റീൽസ് വൈറലായ സമയത്ത് നല്ല തിരക്കായിരുന്നു. ഇനി അവിടെ ചെല്ലുമ്പോൾ അറിയണം തിരക്കുണ്ടോ ഇല്ലയോ എന്ന് അവിടെ ചെന്നിട്ട് നോക്കാം. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് ആയുള്ളൂ നടന്നു തുടങ്ങിയിട്ട്. ഇനി ഒരുപാട് എത്താനുണ്ട്. അവിടെ നിന്നാണ് തോന്നുന്നു കയറുന്നത്. അവിടെ നിന്നാണോ ഇവിടെ നിന്നാണോ ഈ സൈഡാണെന്ന് അറിയില്ല, നോക്കാം. നമ്മളിത് അവിടെ നിന്നാണ് നടന്നു വന്നേ. ഓട്ടോ ഇത് അവിടം വരെ കൊണ്ടാക്കുന്നുണ്ട്. നമ്മളത് അവിടെയാണ് അറ്റത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നടന്നു വന്നേ. അപ്പോൾ ഇത് എന്നോട് കുറച്ച് തെലുഗു ടീംസ് ഉണ്ട് കേട്ടോ. पूरी लड़ी पे था एवढं काय रिस्क नाही टंडियांनी. ഒരു ഹെഡ് മൗണ്ട് ഒപ്പിക്കേണ്ടായിരുന്നു, കണ്ടെത്താൻ പറ്റി. വയനാടിക്ക് എവിടെയും ഷോപ്പുണ്ട് കേട്ടോ. എത്ര മീറ്റർ നടന്നു നോക്കാം. 355 മീറ്റർ, 340 മീറ്റർ. ശരിക്കും അത് കൂടുതലുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഓൺ ചെയ്തേ. അയ്യോ, ടാസ്ക്. പാളി പാളി. പറമ്പ് കയറാം. അയ്യോ, താഴെ നോക്കി. നമ്മളിത് അവിടെ നിന്നാട്ട് കയറി വന്നേ. അവിടെ നിന്ന് ആൾക്കാർ നടന്നു തന്നെ കാണാൻ പറ്റും. അങ്ങറ്റത്താണ് നമ്മൾ സ്കൂട്ടർ പാർക്ക് ചെയ്ത് വെച്ചേക്കണേ. കയറാണ്ട് നമ്മൾ വന്ന വഴിക്ക് ഒരു ചേച്ചിയുടെ കടയിൽ കയറിയിട്ടുണ്ട്. കുറച്ച് വെള്ളം കുടിക്കാം.
कितना है 20 ഓക്കെ അതിന് 20 നാരങ്ങവെള്ളത്തിന് 20 ഇതിന് 10 രൂപ കുറച്ച് നേരം ഇവിടെ ഇരിക്കാം പിന്നെ കുടിച്ചിട്ട് കയറാം നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് മലയാളി പിള്ളേർ കൊണ്ടുവന്നു കേട്ടോ ഞാൻ മലയാളം പാട്ട് കേട്ടു നോക്കാം അപ്പോൾ മലയാളി പിള്ളേരാട്ടോ പോയി ഒന്ന് മുട്ടാം അയ്യോ അങ്ങനെ നമ്മൾ നടന്ന് കവാടം കണ്ടിട്ട് ഗൈസ് ആ കാണുന്ന കവാടം സ്ഥലം എവിടെ ബ്രോ അയ്യോ ഇവരൊക്കെ മലപ്പുറത്ത് നിന്നുള്ള പിള്ളേരാട്ടോ അയ്യോ ഞാൻ ഫ്ലൈറ്റിന് ആ പിന്നെ അവിടെ നിന്ന് നാസിക്കിൽ നിന്ന് ഓട്ടോ എടുത്തു ഗൈസ് അങ്ങനെ നമ്മുടെ നടന്ന് മേളിലേക്ക് കയറി കേട്ടോ മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു ആ കാണുന്നതാണ് കവാടം ഫ്രണ്ടിൽ ഫുള്ള് മലയാളീസ് പിള്ളേരുണ്ട് ഗൈസ് ഫൈനലി ഞങ്ങൾ താഴെത്തി ഇനി നേരെ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ കയറാൻ നമ്മുടെ ബാക്കിൽ ഇഷ്ടംപോലെ മലയാളി പിള്ളേരുണ്ട് കേട്ടോ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലുള്ള പിള്ളേരാണ് ഗൈസ് നമ്മളങ്ങനെ കയറാൻ പോകട്ടോ ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇത് 80 ഡിഗ്രി പ്ലസ് ഉണ്ട് കേട്ടോ സീന് കയറാം ഗൈസ് ഒരു ചെറിയ മണ്ടത്തരം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് സ്റ്റാപ്പ് എടുത്തില്ല റിസ്ക് ആണ് ഒരു കൈ പിടിച്ചോണ്ട് കയറണേ പിന്നെ ട്രക്കിംഗ് റൂട്ടുള്ളതുകൊണ്ട് മാനേജ് ചെയ്യാം കയറിക്കോ ഇങ്ങനെ കറങ്ങിയോ ആ നമുക്കിനി ജസ്റ്റ് സ്റ്റെപ്പ് കയറിയാൽ മാത്രം മതി തിരക്കില്ല താഴെ നമ്മൾ മലയാളി പിള്ളേരെ കയറുന്നുണ്ട് എടാ അറിയാതെയാണെങ്കിലും തെന്നി താഴ്ത്തേക്കൊന്നും വന്നേക്കില്ല കേട്ടോ ഞാൻ ഒരു കൈ പിടിച്ചാ കയറുന്നു കൈ പിടിക്കാൻ സ്ലോട്ടുണ്ട് വേറൊരാൾ കയറണം കാണുമ്പോഴേ അതിൻ്റെ ഒരു കറക്റ്റ് ആംഗിൾ മനസ്സിലാവുള്ളൂ हाताला ग्रीप दिली इथं ഇവിടെ ഓട്ടമുണ്ട് ഒപ്പം കൂടിയോ व्यू पण एकदा खाली बाय ബാക്കിലേക്ക് നോക്കിയാലല്ലേ പേടിയാവുള്ളൂ നോക്കണ്ട അമ്മേ ആംഗിളുണ്ടോ ഗൈസ് ഇങ്ങനെ കയറാൻ
പറയാടാ, കയറിക്കോ കയറിക്കോ. നീ മലയാളിയല്ലേ? മലയാളി नहीं स्पीक हिंदी? हाँ हिंदी मालूम है ना? हाँ मालूम. यूट्यूब चैनल है क्या आपका? हाँ थोड़ा स्मॉल चैनल है भैया. अच्छा, आप सब्सक्राइब है तो बड़ा चल रहेगा. അയ്യോ, അങ്ങനെ ഈ വ്ളോഗ് ഫുള്ള് ഞാൻ ഒരു കൈ കൊണ്ട് കയറിയിരിക്കുന്നു. हाँ यानो യെസ് ഗൈസ്, റീച്ച് ടോപ്പിലെത്തി. അപ്പോൾ നമ്മൾ അത് കയറി കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ അടുത്ത സെറ്റ് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ തല ഒന്നിച്ചിറങ്ങാനും പ്രശ്നമില്ല. ഇത് സാധാ നമ്മുടെ വീട്ടിലുള്ള ബ്രോക്ക് ഫ്രണ്ടിൽ കയറണമെങ്കിൽ ഈ സൈഡ് കയറിക്കോളൂ. ഒരു സൈഡ് കൊടുത്ത് എനിക്കൊരു ഒരു മിനിറ്റ് ഇതിന് വെയിറ്റ് കയറിക്കോ. എന്താ അത് വൈബ് സെറ്റാണ്. പാൻറ് കീറുമോന്ന് മാത്രമേ പേടിയുള്ളൂ. സീന പീസ്. ആ ഗുഹയുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ. ഉയരം കൂടുന്നവരും പ്രൈസും കൂടും. പാനിക്ക് എത്രയാണ് ഭയ്യ? 50. വെള്ളത്തിന് 50, മാഗിക്ക് 40 ഉള്ളൂ. അങ്ങനെ നമ്മൾ കയറി ആയത്തുകൂടി കണ്ടു. അതാണ് സമ്മിറ്റ് ആ കാണുന്നത്. നമുക്ക് കയറാം. വ്യൂ ഉണ്ടോ? ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. സൈഡ് ശ്രദ്ധിച്ചില്ല, തെന്നിയാൽ നേരെ താഴെ. പിന്നെ പ്രതീക്ഷിച്ചത്ര ടഫൊന്നുമില്ല കേട്ടോ. നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു 90 ഡിഗ്രി ആയിട്ട് നോക്കിയാൽ നമ്മൾ ബാക്കിലോട്ട് നോക്കിയാൽ മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. നേരെ നോക്കി കയറിയാൽ മതി, സീനൊന്നുമില്ല. അങ്ങനെ ഓവർ റേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമില്ല. അവിടെ നിന്ന് വന്ന് കയറാനുള്ളതുണ്ട്. അതാണ് സമ്മിറ്റ്. ടോപ്പ്. ഓൾറെഡി 2 പിള്ളേർ എൻ്റെ മേളിലുണ്ട്. നമുക്ക് അവരെ പുറകെ നേരെ അടിച്ച് കയറാം. ശരി, क्या भैया? चढ़ने में बहुत मजा आ रहा है, उतरने में जो पटरी है ना ब्लॉग बन रहा है क्या? हाँ भैया, अरे चैनल ये छोटा चैनल है, छोटा वाला चैनल है. चलेगा. हाय हाय, അതാട്ടോ ഗൈസ് സമ്മിറ്റ്.
उतर जाऊँ एक बार, उसके बाद में मैं सीधा चला जाऊँगा। അതന്നെ. കേൾക്കോ ഓ നിലത്ത് പോയി ആ വീഡിയോ കിടന്നോട്ടെ. ഒരു രക്ഷയില്ലാതെ കേട്ടോ. വന്നത് ഒറ്റയ്ക്കാണല്ലോ, തിരിച്ചു പോകുന്ന നേരത്ത് ഫുള്ള് മലയാളികളാണ്. ഇതാണ് നമ്മുടെ ഹരിഹർ ഫോർട്ട് സമ്മിറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3700 അടി മേളിലാട്ട് നിൽക്കുന്നത്. കാഴ്ചകളുണ്ടോ? ഇതാണ് ഹരിഹർ ഫോർട്ട് സമ്മിറ്റ്. हाय हेलो हाय फ्रेंड्स हाय फ्रेंड्स അങ്ങനെ ഹരിഹർ ഫോർട്ട് സമ്മിറ്റിലെത്തിരിക്കുകയാണ്. ഒറ്റയ്ക്കാണ് വന്നത്, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഒരു കൂട്ടം മലയാളി ഫുള്ള് മലയാളീസ് ആട്ടോ. ഫുള്ള് മലയാളീസ് പിള്ളേരോടാണ് കയറിയത്. അവിടെ നിങ്ങൾ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങാൻ പോട്ടെ. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റ് ആയിട്ട് കാണാം.